ഹലോ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ തമ്മിലിൽ കണ്ട ഭൗതിക സുഖങ്ങൾ ആകർഷിക്കാനുള്ള ശക്തിയേറിയ മന്ത്രമാണ് കേട്ടോ. അതീവ ശക്തിയേറിയ മന്ത്രമാണ്. കാരണങ്ങൾ 3 ബീജാക്ഷരങ്ങൾ അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബീജാക്ഷരങ്ങളുടെ ശക്തിയും അതിൻ്റെ ആ ഒരു ഓറയും നമ്മളിലേക്ക് തീർച്ചയായും വരുന്നതായിരിക്കും. പക്ഷേ എത്രത്തോളം കൂട്ടി ജപിക്കാവുന്നോ അത്രയും കൂട്ടി ജപിക്കണം. ഒറ്റ വരി മന്ത്രമാണ്. അത് പ്രേക്ഷകർ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. രാവിലെയൊക്കെ 1008 ജപിക്കാൻ കഴിഞ്ഞാൽ അത്യുത്തമമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഐം എന്ന ബീജാക്ഷരവും ക്ലീം എന്ന ബീജാക്ഷരവും സൗ എന്ന ബീജാക്ഷരവും വരുന്നുണ്ട്. ഐം എന്നാൽ സരസ്വതി ദേവിയുടെ ബീജാക്ഷരമാണ്. അതുകൊണ്ട് തന്നെ ജ്ഞാനം, അറിവ്, സമ്പത്ത്, കല എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നീ കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കാം. രണ്ടാമത് വരുന്നത് ക്ലീം എന്ന ബീജാക്ഷരമാണ്. കാമദേവൻ്റെയും കൃഷ്ണ ഭഗവാന്റെയും ബീജാക്ഷരമായി എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്നേഹം, അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, നമുക്ക് ഭൗതിക സുഖങ്ങൾ ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൃഷ്ണ ഭഗവാനെയാണ്. അതുകൊണ്ട് തന്നെ ക്ലീം എന്ന് ജപിക്കുമ്പോൾ ആകർഷണമായിരിക്കും ഫലം കിട്ടുക. അതായത് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് വരുന്നതായിരിക്കും. പിന്നീട് വരുന്നത് സൗ എന്ന ബീജാക്ഷരമാണ്. അതായത് ശിവഭഗവാന്റെ പ്രപഞ്ചത്തിൻ്റെയും ഊർജത്തിൻ്റെയും ശക്തി. അപ്പോൾ ആ ഒരു കാര്യം, അതായത് നമ്മൾക്ക് അതീവ പവറായിട്ടിരിക്കും കേട്ടോ. അതായത് ശക്തി നമ്മളിലേക്ക് കൈവരുന്നതിനും നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഇനി മന്ത്രം ജപിച്ചാലുള്ള ഫലം പറയാം. ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയിട്ട്, അറിവ് സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട്, ധനം ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ആത്മീയ കാര്യങ്ങൾ എന്ന് വേണ്ട നമ്മൾക്ക് എന്താണോ ജീവിതത്തിലേക്ക് വേണ്ടത് അതിനൊക്കെ വേണ്ടി ജപിക്കാവുന്ന ഒരേ ഒരു മന്ത്രമാണ് കേട്ടോ. അതായത് ഒറ്റവരി മന്ത്രമാണ്. എല്ലാറ്റിനും കൂടി ജപിക്കാവുന്ന മന്ത്രമാണ് കേട്ടോ. അപ്പോൾ മന്ത്രം ഇനി ശരിക്കും പറഞ്ഞു തരാം. അതായത് ഐം ക്ലീം സൗഹു. ആ ഹ എന്ന് ഉച്ചരിക്കുന്നത് വളരെ സ്പഷ്ടമായിട്ട് ഉച്ചരിക്കണം. ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് നന്നായിട്ട് പഠിച്ചോളൂ. ഒന്നുകൂടി പറയാം. ഐം ക്ലീം സൗഹു. എല്ലാറ്റിനും ജപിച്ചോളൂ. എന്താണോ ആവശ്യം അത് മുന്നിൽ കണ്ടുകൊണ്ട് ആ ആവശ്യം പൂർത്തീകരിച്ച് തരണം എന്ന ആഗ്രഹത്തോടു കൂടി ജപിച്ചോളൂ. തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും. പക്ഷേ കൂട്ടി ജപിച്ചോളൂ കേട്ടോ. അതീവ ശക്തിയേറിയ മന്ത്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം കൂട്ടി ജപിക്കാവുന്നോ അത്രയും ജപിച്ചോളൂ. രാവിലെയോ വൈകുന്നേരമോ കുളിച്ച് ശുദ്ധമായിട്ട് വേണം കേട്ടോ ജപിക്കാൻ. കാരണം ബീജാക്ഷരങ്ങളുള്ള മന്ത്രമാണ്. നോൺ വെജൊക്കെ കഴിക്കുന്നതിന് മുൻപ് ജപിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക്